വ്ളോഗിൻ്റെ വെള്ളിയാഴ്ചത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അമ്മായി, മുത്തശ്ശി, ശിവാനി, പാറു, ലച്ചു എല്ലാവരും നിൽക്കുക. നമ്മുടെ സിദ്ധു ആണെങ്കിൽ ഒരു കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. സംഭവ ബഹുലമായ കുറേ പരിപാടികൾ കാണാം. എന്താ ആളിയ പരിപാടി എന്ന് ശിവാനി ചോദിക്കുമ്പം സർപ്രൈസ്. മുത്തശ്ശിക്കാണെങ്കിൽ കാര്യം അറിഞ്ഞോളാം തിടുക്കാകുന്നുണ്ട്. എന്താ മോനെ പരിപാടി? സർപ്രൈസ് എന്ന് പറഞ്ഞ് വീണ്ടും സിദ്ധു അങ്ങ് പോകുന്നു. അപ്പം ശിവാനി സിദ്ധുവിനെ കളിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് കിടക്കുന്നു സർപ്രൈസ് സർപ്രൈസ് എന്ന്. അപ്പം നമ്മുടെ കേശു പറയുന്നുണ്ട്, എത്ര ആലോചിച്ചിട്ടും ആ സർപ്രൈസ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കിട്ടിയോ? എല്ലാവരും മെർലിനോട് ചോദിക്കുന്നുണ്ട്. മെർലിൻ പറയുന്നുണ്ട്, എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതാണെങ്കിൽ നമുക്കത് പൊളിച്ചു വാരണം. നമ്മുടെ പാറമ്മയുടെ വീട് നക്ഷത്ര തിളക്കം പോലെ അലങ്കരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അവിടേക്ക് സിനിമ സീരിയൽ ആക്ടറായിട്ടുള്ള നർമ്മജനും കൂടി വരുന്നു. ഇതൊന്നുമല്ല സർപ്രൈസ് എന്ന് വീണ്ടും നമ്മുടെ സിദ്ധു ഓർമ്മിപ്പിക്കുന്നു. ആഘോഷ രാവിലേക്ക് നമ്മുടെ സിദ്ധുവും ലച്ചുവും പാറുക്കുട്ടിയും ശിവാനിയും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും റെഡിയായിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ സിദ്ധു നാളെ അടിച്ചോടിച്ച് വിടുന്ന ഒരാളുണ്ടല്ലോ, ഷിബുവും പാർട്ടിയിലുണ്ട്, മെർലിനുണ്ട്. അങ്ങനെ വീട്ടിലെ എല്ലാവരോടൊപ്പം ഷിബുവിനെയും മെർലിനെയും പരിഗണിക്കുന്നു എന്നല്ലേ അർത്ഥം? ആയിരിക്കാം. ശരിക്കും ഇവിടെ എന്താ സംഭവമെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്ന് നമ്മുടെ ലച്ചു സിദ്ധുവിനോട് പറയുന്ന സമയത്ത് ധർമ്മജനാണെങ്കിൽ ആ സർപ്രൈസ് പൊട്ടിക്കാൻ ഒരുങ്ങുന്നുണ്ട്. ഇവൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്? പറഞ്ഞിരുന്നു. അതങ്ങോട്ട് പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും സിദ്ധു ആണെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ധർമ്മജനെ. അതായത് നമ്മുടെ ധർമ്മജൻ സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട്, പറയട്ടോ സിദ്ധു? അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, വേണ്ട. അത് കേട്ട് എല്ലാവരുടെയും കിളി പറന്ന് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. നമ്മുടെ കേശു ആണെങ്കിൽ ഒരു അറബി ലുക്കിനൊക്കെയാണ് റെഡിയായി നിൽക്കുന്നത്. ഇനി മിക്കവാറും മെർലിനും കേശുവായിട്ടുള്ള വിവാഹം മെർലിൻ്റെ അച്ഛൻ സമ്മതിച്ച് കാണുമോ? അത് സർപ്രൈസായിട്ട് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു പാർട്ടിയൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത്? ഷിബുവിനെ ശിവാനിക്ക് ഇഷ്ടമാണെങ്കിൽ ഷിബുവും ശിവാനിയും മെർലിനും കേശുവും അങ്ങനെ അവരുടെ വിവാഹത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരിക്കുമോ? അതോ ഇനി ബാലു അച്ഛൻ്റെയും നീലു അമ്മയുടെയും എൻട്രി ആയിരിക്കുമോ? ഗൾഫിലുള്ള സിദ്ധുവിൻ്റെ മുതലാളിയായിട്ടുള്ള അറബി വരുന്നോ? എന്താകും ആ സർപ്രൈസ്? കാത്തിരിക്കുക അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ.